എല്ലാവർക്കും ഈശോമിശിഹായിൽ സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഒരു സിസ്റ്ററിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. അപ്പോൾ ആ സിസ്റ്റർ ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നതായിട്ടും ആ സിസ്റ്റർ സൂചിപ്പിച്ചു. അത് വളരെ പിതാവായ ദൈവത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥന. അതായത് കാനഡയിൽ ജീവിക്കുന്ന ഒരു മലയാളി കുടുംബം, ആ കുടുംബത്തിലൊരു കൊച്ചിനിങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടുള്ള ഇങ്ങനെ രോഗം വന്നു. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരോടും ആവശ്യപ്പെട്ടു. അപ്പോൾ ആ കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ എനിക്ക് അയച്ചു തന്നാണ്. ആ സിസ്റ്റർ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടതാണ് ഈ പ്രാർത്ഥന. ഈശോ എന്നെ 2015 ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. കേട്ടാൽ അച്ഛന് തമാശ തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ സ്വരം കേൾക്കാണ് ഞാനൊരു പ്രാർത്ഥന പഠിപ്പിക്കാം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അപ്പാ, ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എനിക്കത് മാത്രം മതി, എനിക്കത് മാത്രം മതിയുടെ അത്രയും പറഞ്ഞിട്ട് ഈശോ ചോദിച്ചു, എങ്ങനെയാണ് പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചിരുന്നത്? ഞാൻ സ്വതസിദ്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഈശോ ഞാൻ ഇൻവെർട്ടഡ് കോമയിലിടും, ഹൈലൈറ്റ് ചെയ്യാൻ അണ്ടർലൈൻ ചെയ്യും, വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈശോ പറഞ്ഞു, 1000 വട്ടം അണ്ടർലൈൻ ചെയ്താൽ അധികമാവില്ല, എനിക്കത് മാത്രം മതിയുടെ അടിയിൽ. എന്നിട്ട് ഈശോ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ മിഴിച്ചു നോക്കി ഇരിക്കുകയാണ്, കുരിശിലോട്ട് നോക്കി. അപ്പോൾ ഈശോ പറഞ്ഞു, എന്തെങ്കിലും ഇരിക്കണേ, എടുക്ക് ബൈബിളെന്ന് പറഞ്ഞു. ഞാൻ ബൈബിളെടുത്ത് കഴിഞ്ഞപ്പം ഈശോ പറഞ്ഞു, 1 Kings chapter 3 തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ സോളമൻ്റെ പ്രാർത്ഥനയാണ്. സോളമന് യാവേ പ്രത്യക്ഷപ്പെടുന്നു. 1000 ദഹനബലി ഗിബെയോനിൽ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സോളമന് യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഐ എം വെൽ പ്ലീസ്ഡ് വിത്ത് യു, ആസ്ക് വാട്ട് എവർ യു വാണ്ട്. സോളമൻ ചോദിച്ചത് എന്താണെന്ന് അച്ഛനറിയാമല്ലോ, വിവേകമാണ് ചോദിച്ചത്. ജ്ഞാനം ഇസ് ഈക്വൽ ടു ഗോഡ്. അതിൽ പ്രസാദിച്ച ദൈവം സോളമന് അളവറ്റ ജ്ഞാനം കൊടുത്തു, ചോദിക്കാത്ത സമ്പത്ത് വാരിക്കോരി കൊടുത്തു. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നിക്കോദേമോസിൻ്റെ കാര്യം വീണ്ടും ഈശോ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, പുതിയ നിയമം തുറക്കാൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 3-ാം അധ്യായം തുറന്നു കഴിഞ്ഞപ്പോൾ നിക്കോദേമോസ് ഈശോയെ സമീപിക്കുന്നതും ഈശോ അവനോട് വീണ്ടും ജനിക്കാൻ ആവശ്യപ്പെടുന്നതും, അത് ആത്മാവിലാണ് വീണ്ടും ജനിക്കേണ്ടത്. ഇത് കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഇതാണ് ഈ പ്രാർത്ഥന. വീണ്ടും ഞാനിരിക്കുകയാണ്. അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, നീ ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു അച്ഛനാണെന്ന് ഓർക്കൂ, നിനക്കൊരു ഉണ്ണിയുണ്ടെന്ന് ഓർക്കൂ. നീ ഒരു യാത്ര പോകുന്ന സമയത്ത് നിൻ്റെ ഉണ്ണിയോട് പറയാണ്, അമ്മ എന്താ ചെയ്യേണ്ട, കൊണ്ടുവരണ്ടേ പോയി വരുമ്പോൾ. ഇതിൻ്റെ ഉണ്ണി നിന്നെ കെട്ടിപ്പിടിച്ച് 10 ഉമ്മ തന്നിട്ട് പറയാണ്, എൻ്റെ മമ്മയെ എനിക്ക് ഏറ്റവും വലിയ സമ്മാനം നീയാണ്, എനിക്ക് നീയല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു ഫീൽ എന്ന് ഈശോ ചോദിച്ചേ. ഞാൻ പറഞ്ഞു, ഈശോയെ അത് വല്ലാത്തൊരു ആനന്ദ നിർവൃതിയായിരിക്കും. കുഞ്ഞൊന്നും ചോദിച്ചില്ല, നീ പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാധ്യമായതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം അറിഞ്ഞ് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ കൂട്ടിച്ചേർത്തു, ഇതാണ് ഈ പ്രാർത്ഥന. അങ്ങനെ കഴിഞ്ഞു. 2015 ഞാൻ ചൊല്ലിക്കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ആദ്യത്തെ അത്ഭുതം നടന്ന് ഞാൻ അച്ഛനോട് പറയാണ്, ഞാൻ അങ്കമാലിയിൽ ഞങ്ങളുടെ സിസ്റ്റർ മരിച്ചപ്പോൾ നിർമ്മലയിൽ വന്നു. പോണ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്റർ തിരക്കിട്ട് പോവുകയാണോ, എനിക്കൊരു സങ്കടം പറയാണ്ടെന്ന് പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ ആങ്ങളുടെ മകളുടെ കല്യാണം, പഠനം കഴിഞ്ഞ് ജോലിയുണ്ട്, വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ പ്രാർത്ഥന ഓർത്തു. ഞാൻ ചൊല്ലാത്ത നൊവേനയും പ്രാർത്ഥനയും ഇല്ലയെന്ന് സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒറ്റമൂലി തരാൻ കഴിക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പ്രാർത്ഥന കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞു സിസ്റ്ററിനോട്, ജപമാല കയ്യിൽ എനിക്ക് 60 പ്രാവശ്യം ചൊല്ലണം ഈ പ്രെയർ എന്ന് ഞാൻ പറഞ്ഞു. പറയണ സമയത്ത് ഞാൻ കേൾക്കുകയാണ്, അവളോട് പറ ഒരു കണ്ടീഷനുണ്ടെന്ന്. അപ്പം ഞാൻ, എൻ്റെ ദൈവമേ എന്ത് കണ്ടീഷനാന്ന് ചോദിച്ചു. ഈശോ തന്നെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. അതായത് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പ്രെയർ ചൊല്ലുമ്പം ഇതല്ലാതെ വേറെ ഒരു നിയോഗവും പാടില്ല. ഒരു കല്യാണ കേസ് പാടില്ല, രോഗസൗഖ്യം പാടില്ല, ഒരു നിയോഗവും ഇതല്ലാതെ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയല്ലാതെ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അതല്ലാതെ എനിക്കൊന്നും വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ ഫുൾഫിൽമെൻറ്റ് ഓഫ് മാത്യു ചാപ്റ്റർ 6:33 ആണ്. അപ്പം ഇത് പറഞ്ഞിട്ട് ഞാൻ കടന്നുപോയി. അച്ഛനറിയോ, 2 മാസം കഴിഞ്ഞ് ഈ സിസ്റ്റർ എന്നെ ബൈ ചാൻസിൽ കണ്ടുമുട്ടാണ് ലിസി ഹോസ്പിറ്റൽ എറണാകുളത്ത് വെച്ച്. ഓടി വന്നിട്ട് എൻ്റെ കരഗ്രഹിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ പ്രാർത്ഥന 8 ദിവസം ചൊല്ലിയുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ 8-ാം ദിവസം ഒരു സൂപ്പർ കേസ് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു. റോസ്മിനെ അറിയിക്കാൻ കഴിഞ്ഞില്ല, അതിനാണ് ഞാൻ സോറി ചോദിച്ചതെന്ന് പറഞ്ഞു. അതേറ്റവും ആദ്യത്തെ അത്ഭുതമാണ്. പിന്നെ ഇങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞ് കുട്ടികളില്ല.
അവൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ പ്രാർത്ഥന കൊടുത്തിട്ട് ഇതേ കണ്ടീഷൻ വെച്ചു, വേറെ ഒരു കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു നിയോഗം പോലും വയ്ക്കരുത്, ചെല്ലാൻ പറഞ്ഞു ഈ അമ്മയോട്. അമ്മ ഞാൻ പ്രിൻസിപ്പളായിരുന്നപ്പോൾ ക്ലർക്കായിരുന്ന ആളാണ്. അവളോട് പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് 5 മിസ് കോളായിരുന്നു. ആ 5 മിസ് കോളിൽ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവൾ കരയാണ്. സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാൻ കരയണേ. പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ 3-ാം ദിവസം എൻ്റെ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റ്. ഒക്ടോബർ 31 തങ്കക്കുടം പോലുള്ള ഒരു മോൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പം അത്ര ശക്തമായൊരു പ്രാർത്ഥനയാണിത്. അച്ഛൻ ഈ കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുക അച്ഛൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊരു 50-60 പ്രാവശ്യം ഈ പ്രാർത്ഥന ഇപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുക. ഇപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ അത് മറ്റു നിയോഗമൊന്നും വെക്കണ്ട. അത് എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കാര്യങ്ങളെല്ലാം തമ്പുരാൻ നോക്കും. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.